ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 21 ആണ്. യൂണിറ്റ് 21 സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്. എന്താണ് സിവിൽ സൊസൈറ്റി, എന്താണ് ഡെമോക്രസി? സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ നിയന്ത്രിക്കുന്ന, സമൂഹത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് എന്ത്? സ്റ്റേറ്റ്. ഹ്യൂമൻ ലൈഫിനെ, സൊസൈറ്റിയെ നിയന്ത്രിക്കുന്ന 3 ഘടകങ്ങൾ. അതിലൊന്നാണ് സ്റ്റേറ്റ്, രണ്ടാമത്താണ് മാർക്കറ്റ്, മൂന്നാമത്താണ് സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു വളണ്ടറി ഓർഗനൈസേഷൻ ആണ്. ചില പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി ഫോം ചെയ്യുന്നതാണ് ഈ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ NGOs, അതേപോലെ തന്നെ യൂണിയൻസ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, ഇതൊക്കെ സിവിൽ സൊസൈറ്റിയിൽ വരുന്നതാണ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സിവിൽ സൊസൈറ്റി പോസിറ്റീവ് മാത്രമേ ഇതിനുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെഗറ്റീവ് സ്ഥാപനങ്ങളുമുണ്ട്. പോസിറ്റീവ് സ്ഥാപനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NGO, അതുപോലെ പ്രൊഫഷണൽ അസോസിയേഷൻസ്, അതേപോലെ തന്നെ റിലീജിയസ് ഗ്രൂപ്പ്സ്, അതേപോലെ സ്റ്റുഡൻസ് ക്ലബ്ബ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ മാഫിയ, അതുപോലെ ഇതുപോലെ എക്സ്ട്രീമിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്, നെഗറ്റീവിൽ വരുന്നുണ്ട്. പ്രധാനമായും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ. ജനങ്ങൾ നേരിട്ട് ഒരു ഭരണ സംവിധാനത്തിൽ ഇടപെടുന്നതിന് ജനാധിപത്യം എന്ന് പറയും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വിശാലമായ ഡെഫിനിഷൻ അതിലുണ്ട്, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ജനാധിപത്യത്തിലെ സിവിൽ സൊസൈറ്റിയുടെ പങ്ക് എന്താണ്? ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നതും നിരീക്ഷിക്കുന്നതും സിവിൽ സൊസൈറ്റിയാണ്. ഓക്കെ, ഈ സിവിൽ സൊസൈറ്റി ജനാധിപത്യത്തിന് ആക്ട് ആസ് എ വാച്ച് ഡോഗ് ടു ലിമിറ്റ് സ്റ്റേറ്റ് പവർ. സ്റ്റേറ്റ് അമിതമായി അധികാരം ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചു നിർത്താൻ അവർക്ക് കഴിയും, സിവിൽ സൊസൈറ്റിക്ക് കഴിയും. അതേപോലെ തന്നെ സ്റ്റേറ്റിന് എന്ത് ചെയ്യും? ജനങ്ങളെ ശാക്തീകരിക്കാൻ കഴിയും. ഓക്കെ, ജനങ്ങൾക്ക് പുതിയ ജനാധിപത്യ വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ സിവിൽ സൊസൈറ്റിക്ക് കഴിയും. സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, വിവിധ ജാതി, വിവിധ റിലീജിയൻ, വിവിധ എഡ്യൂക്കേഷണൽ ഹെൽത്ത് ഗ്രൂപ്പുകളൊക്കെ ഇവരുടെയൊക്കെ ഒരു വോയിസ് ആയിട്ട് നിലനിൽക്കും സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ചില സമയത്ത് സിവിൽ സൊസൈറ്റി ജനാധിപത്യത്തിന് അപകടമായി മാറാനും സാധ്യത. അൺഡെമോക്രാറ്റിക് ഗ്രൂപ്പുകൾ, ഇന്റേണൽ ഡെമോക്രസി, അതുപോലെ തന്നെ ചില ആളുകൾ, ചില സിവിൽ സൊസൈറ്റികൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടും, അത് ഇനീക്വാലിറ്റി ഉണ്ടാക്കാൻ കാരണമാവും. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാരണങ്ങൾ ഇതിന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻഫ്ലുവൻസ്, സിവിൽ സൊസൈറ്റിയിലൂടെ ഫോറിൻ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അത് ഭരണത്തെ നിയന്ത്രിക്കും. അതുപോലെ കറപ്ഷൻ ഉണ്ടാവും. സിവിൽ സൊസൈറ്റിയിലൂടെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഗവൺമെന്റ് നിയന്ത്രിക്കാനും കറപ്ഷൻ ഉണ്ടാവാനും കാരണമാവും. അതുപോലെ ഇനീക്വാലിറ്റി ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാരണങ്ങളും എഫക്റ്റും ജനാധിപത്യത്തിന് ഉണ്ടാക്കും സിവിൽ സൊസൈറ്റി. ഇതാണ് സിവിൽ സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അടുത്താണ് എത്നിസിറ്റി. എന്താണ് എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ? കൺസെപ്ച്വലൈസിങ് എത്നിസിറ്റി. എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ വംശീയത എന്നാണ് അർത്ഥം. വംശീയത എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു പ്രത്യേക ഗ്രൂപ്പ് സ്വന്തമായ ഒരു സംസ്കാരമുള്ള, സ്വന്തമായ ഒരു ഭാഷയുള്ള, സ്വന്തമായ ഒരു റിലീജിയൻ, ഒരു ചരിത്രം, ഒരു വിശ്വാസമുള്ള ഒരു കൂട്ടം, ഒരു പ്രത്യേക വിഭാഗം ആളുകളെയാണെന്ന് പറയാം എത്നിക് ഗ്രൂപ്പ് എന്ന് പറയും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ ഒരു കൂട്ടം ആളുകളാണ് എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവർക്ക് സ്വന്തമായ ഭാഷ ഉണ്ടാവും, സംസ്കാരം ഉണ്ടാവും, ഭക്ഷണ രീതി ഉണ്ടാവും, വസ്ത്രധാരണ രീതി ഉണ്ടാവും, ആചാരങ്ങൾ ഉണ്ടാവും, അനുഷ്ഠാനങ്ങൾ ഉണ്ടാവും. അപ്പൊ എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്നിക് ഗ്രൂപ്പ് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടും സ്വന്തമായ ഒരു കൾച്ചർ ഉണ്ടാവും, സ്വന്തമായിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ടാവും, സ്വന്തമായിട്ട് ഒരു ഹിസ്റ്ററി ഉണ്ടാവും, സ്വന്തമായിട്ട് ഒരു ബിലീഫ് ഉണ്ടാവും,
അങ്ങനെ ഒരുപാട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുള്ള ഒരു ഗ്രൂപ്പിനെയാണെന്ന് പറയാം എത്നിക് ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, പ്രധാനമായിട്ടും എന്താണ് വംശീയത എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ക്ലാസും എത്നിസിറ്റിയും ഒന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു പഴയ കാലത്ത്. പിന്നീട് ക്ലാസ് എത്നിക് ഗ്രൂപ്പ് വീണ്ടും രണ്ടായിട്ട് എന്ത് ചെയ്തു, വേർതിരിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്കണോമിയുടെ അടിസ്ഥാനത്തിലാണ്, പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, വേർതിരിക്കപ്പെടുന്നത്. എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കൾച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ വേർതിരിക്കപ്പെടുന്നത്. വ്യത്യസ്ത കൾച്ചറിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ എത്നിക് ഗ്രൂപ്പാണ് നമുക്ക് പറയാം. വ്യത്യസ്ത സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളാണെങ്കിൽ വ്യത്യസ്ത ക്ലാസ് എന്നും നമുക്ക് പറയാൻ പറ്റും. പ്രധാനമായും 3 അപ്രോച്ചുകളാണ് ഈ എത്നിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഒന്നാമത്തെ അപ്രോച്ചാണ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച്. പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ അപ്രോച്ച് പറയും എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഐഡന്റിറ്റി ഉള്ള ഒരു വിഭാഗം ആളുകളാണ് എത്നിക് ഗ്രൂപ്പ് എന്നാണ് ഈ പ്രീമോർഡിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് പറയുന്നത്. അടുത്തത് ഇൻസ്ട്രുമെന്റലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. ഇൻസ്ട്രുമെന്റലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് പറയുന്നത് എന്താ വെച്ചാൽ, ഇവര് രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടും ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് എത്നിസിറ്റിയെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇൻസ്ട്രുമെന്റലിസ്റ്റ് പറയുന്നുണ്ട്. എത്നിസിറ്റി ഈസ് എ ഫ്ലെക്സിബിൾ റിസോഴ്സസ് യൂസ്ഡ് ബൈ എലൈറ്റ്സ് ടു ഗെയിൻ പവർ. അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എത്നിസിറ്റി. ഇപ്പൊ റിലീജിയന്റെ പേരിലൊക്കെ ചെയ്യുന്നുണ്ട്, വോട്ട് പിടിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ വംശീയതയുടെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ വോട്ട് പിടിക്കുന്നുണ്ട്. പവർ അധികാരം നേടിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എത്നിസിറ്റി എന്നാണ് ഇവർ പറയുന്നത്. മൂന്നാമത്തതാണ് കൺസ്ട്രക്റ്റീവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് എന്താ വെച്ചാൽ, എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് മൂല്യങ്ങളുള്ള ഗ്രൂപ്പ്. അത് സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്ന, സാംസ്കാരിക മാറ്റം സംഭവിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവരുടെ ഭാഷ, സംസ്കാരം, വിശ്വാസം, കാഴ്ചപ്പാട് ഇതൊക്കെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, സാമൂഹ്യമായിട്ട് രൂപപ്പെട്ടതാണ് എന്നാണ് കൺസ്ട്രക്ഷനിസ്റ്റ് പറയുന്നത്. അങ്ങനെ 3 പേഴ്സ്പെക്റ്റീവാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അടുത്തതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഐഡന്റിറ്റീസ്. ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സെൽഫ്. നമ്മൾ ഇപ്പോൾ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഹൂ ആം ഐ, ഞാൻ ആരാണ്. ഇവിടെ 2 പേഴ്സ്പെക്റ്റീവ് ഞാൻ ആരാണെന്ന് പറയും. ഒന്ന് ആസ് ആൻ ഇൻഡിവിജ്വൽ, വ്യക്തി എന്ന നിലയിൽ ഞാൻ ആരാണ്. പിന്നെ ആസ് എ മെമ്പർ ഇൻ സൊസൈറ്റി. പെട്ടെന്ന് എഴുതി പോവാണ്, ഫുൾ ഓരോ അക്ഷരങ്ങൾ കൃത്യമായിട്ട് എഴുതുമ്പോൾ സമയം ഒരുപാട് പഠിക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് എഴുതി പോകണം. ഒരു സ്ക്രീൻ ഉപയോഗിച്ച് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അടിവരട്ട് പോകുന്നത്. അപ്പോൾ 2 തരത്തിൽ ഒരു വ്യക്തി ആരെന്ന് തീരുമാനിക്കുന്നത് 2 പേഴ്സ്പെക്റ്റീവിലാണ്. ഒന്ന് സ്വന്തം വ്യക്തി എന്ന പേഴ്സ്പെക്റ്റീവിലും സമൂഹത്തിൽ വ്യക്തി എന്ന പേഴ്സ്പെക്റ്റീവിലും. ഇങ്ങനെ 2 പേഴ്സ്പെക്റ്റീവിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മൾ ആരാണെന്ന് മറ്റുള്ള ആൾക്കാരെങ്ങനെ മനസ്സിലാക്കുന്നു, ഇതൊക്കെ എന്താണ്? സെൽഫാണ്, സെൻസ് ഓഫ് സെൽഫാണ്. ഇവിടെ തന്നെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സൊസൈറ്റിയുമായി നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു, സൊസൈറ്റിയുമായി നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഐഡന്റിറ്റിയെ കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്
രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നാം സ്വന്തമായി നമ്മൾ ആരാണ് എന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, സൊസൈറ്റിയിൽ നമ്മൾ ആരാണെന്നുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. ഈ സൊസൈറ്റിയിലെ പെർസ്പെക്റ്റീവിനെ രണ്ടാക്കി വേർതിരിക്കും. സൊസൈറ്റിയുമായി നമ്മൾ എത്രത്തോളം സെയിംനെസ് ഉണ്ട്, സെയിംനെസ്, സൊസൈറ്റിയുമായി നമുക്ക് എത്ര ഡിഫറൻസ് ഉണ്ട്, ഇത് രണ്ടും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എറിക് എറിക്സന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എറിക് എറിക്സൺ പറയുന്നത് ഐഡന്റിറ്റി ഈസ് ഫോംഡ് ബൈ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇന്റേണൽ സൈക്കോളജി ആൻഡ് സോഷ്യൽ കൾച്ചർ. ഐഡന്റിറ്റി ഫോം ചെയ്തത്, ഞാൻ ആരാണെന്ന ബോധം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ആന്തരികമായിട്ടുണ്ടാക്കുന്ന നമ്മളെ മനസ്സും സാമൂഹിക സംസ്കാരവുമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ സമൂഹത്തെ വീക്ഷിക്കുന്നു, നമ്മളെ ഒരു പേഴ്സ്പെക്റ്റീവും സമൂഹത്തിൻ്റെ ഒരു സംസ്കാരവും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഫോം ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, നമ്മളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ വീക്ഷണങ്ങൾ ഒരു 10 കൊല്ലം ഒരു 100 കൊല്ലം മുമ്പ് ആളുകൾ ചെയ്ത പ്രവർത്തികളൊന്നും ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഇന്ന് വരുന്ന യൂത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു സംസ്കാരം നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു, അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ വരിക. ഓരോ കാലഘട്ടത്തിലും നമ്മളെ നാം ആക്കുന്നത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസും നമ്മളെ സൊസൈറ്റിയിലെ നമ്മുടെ കൾച്ചറുമാണ് എന്നാണ് എറിക് എറിക്സൺ പറയുന്നത്. അത് ഓരോ കാലഘട്ടത്തിലും എന്തുണ്ട്, ഓരോരുത്തർക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് അഡോളസെന്റ് ഐഡന്റിറ്റി ക്രൈസിസ്. ഇത് സൈക്കോളജിയിലുള്ള ഒരു ടേമാണ്. അത് നമ്മൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ടേമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അടുത്ത ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെ? ഐഡന്റിറ്റി ആൻഡ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ. Identification is the process of adopting social category as a part of who we are. നമ്മളെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കാറ്റഗറി ആക്കിയിട്ട് തിരിച്ചറിയുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിറ്റി എന്ന് പറയും. ഉദാഹരണം പറയാം, നമ്മൾ മലയാളി, തമിഴ്നാട്ടുകാരൻ, തമിഴൻ, അങ്ങനെ ഓരോ ഐഡന്റിറ്റി. ഞാൻ സാമൂഹികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനൊരു മലയാളിയാണെന്ന് ഞാൻ എന്ത് ചെയ്തു, തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യനാണെന്ന് തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ മലപ്പുറത്തുകാരനാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതൊക്കെ ഒരു ഐഡന്റിറ്റിയാണ്. അല്ലെങ്കിൽ ഞാനൊരു അധ്യാപകനാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ഒരു സോഷ്യൽ കാറ്റഗറി സെലക്ട് ചെയ്യുകയും നമ്മളെ ആ ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുകയും ചെയ്യുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മൾ ആരാണെന്ന്, നമ്മളെ തിരിച്ചറിയുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്ത ഐഡന്റിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ഫാമിലിയിൽ ഫാദർ എന്ന നിലയിൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പം നമ്മളൊരു അധ്യാപകൻ, ടീച്ചർ എന്ന നിലയിൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ എന്താണ്, ഒരു ഡ്രൈവർ എന്ന വാഹനം ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ. നമ്മൾ ഓരോ റോളും പ്ലേ ചെയ്യുന്നുണ്ട്. റോൾസ് ആൻഡ് സ്റ്റാറ്റസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോരുത്തർക്കും ഓരോ സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിന്റെ ബേസിലുള്ള റോൾസ് ഓരോരുത്തരെ പ്ലേ ചെയ്യും. അപ്പൊ ഓരോ സ്റ്റാറ്റസിന്റെ ബേസിലും നമുക്ക് വ്യത്യസ്ത ഐഡന്റിറ്റികളുണ്ട്. ആ ഐഡന്റിറ്റികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കണക്റ്റഡ് ആണ്. ഫാമിലി, എത്തനിക്, നാഷണൽ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഐഡന്റിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക്, അടുത്ത 24 ബൗണ്ടറീസ് ആൻഡ് ബൗണ്ടറി മെയിൻ്റനൻസ്. എന്താണ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ? ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, എത്തനിക് ബൗണ്ടറി ആണ് കേട്ടോ. എത്തനിക് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിർത്തി എന്ന അർത്ഥമല്ലേ. ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന അതിർത്തി എന്നുള്ള അർത്ഥത്തിലല്ല. us and them, നമ്മൾ, അവർ, ഇതാണ് ബൗണ്ടറി. ഇപ്പോൾ എന്താണ്, ഞാൻ എന്താണ് മലയാളിയാണ്, നിങ്ങളെല്ലാവരും തമിഴ്നാട്ടുകാരാണെന്ന് പറയാം, കരുതാം. അപ്പം ഞാൻ അസ് എന്നതിൽ എന്ത് ചെയ്യും, ഞാൻ മാത്രം വരും. ദം എന്നതിൽ നിങ്ങളെല്ലാവരും വരും. അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പകുതി കുട്ടികൾ മലയാളികളാണ്,
പകുതി കുട്ടികൾ തമിഴ്നാട്ടുകാരാണെങ്കിൽ മലയാളികൾ അസ് എന്ന് പറഞ്ഞ നമ്മൾ എന്നർത്ഥം. മലയാളികൾ തമിഴ്നാട്ടുകാരെന്ന് പറയും ദം എന്ന് പറയും. ഇതൊരു ബൗണ്ടറിയാണ്. ഇതുപോലെയുള്ള ബൗണ്ടറികളെയാണ് എന്ത് പറയാം, ഇവിടെ ബൗണ്ടറി എന്ന് പറയുന്നത്. ബൗണ്ടറി ആൻഡ് ബൗണ്ടറി മെയിൻ്റനൻസ്. ഓക്കെ, എത്തനിക് ബൗണ്ടറിയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ വ്യത്യസ്ത കാസ്റ്റ്, വ്യത്യസ്ത എത്തനിക് വംശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ബൗണ്ടറികളെയാണ് ഇവിടെ ബൗണ്ടറി എന്ന് കണക്കാക്കുന്നത്. ഈ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത്. എങ്ങനെയാണ് ബൗണ്ടറി ഉണ്ടാകുന്നത്? ഓക്കെ, ഇതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹൗ ബൗണ്ടറീസ് ആർ മെയിൻറ്റെയിൻഡ്. ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. അസ്ക്രിപ്ഷൻ നമ്മൾ സ്റ്റാറ്റസ് പറഞ്ഞ സമയത്ത് അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് മുമ്പ് പഠിച്ചിരുന്നു അല്ലേ. ജനനം മുഖേന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞാൻ എന്താണ് ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കാസ്റ്റിന്റെ ബേസിൽ പറയുകയാണെന്ന് കരുതാം. ഇപ്പോൾ ഇതൊരു ഹൈറാർക്കി, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഇപ്പോൾ ഞാൻ ബ്രാഹ്മണനാണെന്ന് കരുതാം, ബ്രാഹ്മൺ. അപ്പൊ ജനനത്തിലൂടെ ഞാനൊരു ബ്രാഹ്മണാണെങ്കിൽ ഒരു ബൗണ്ടറി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലെ. ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും ഇടയിൽ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലായി? ജനനത്തിലൂടെ എന്ത് ചെയ്യും, ബൈ ബർത്തിലൂടെ എന്ത് ചെയ്യും, ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, പിന്നെ പലതരത്തിലുള്ള വസ്ത്രധാരണങ്ങളിലൂടെ എന്ത് ചെയ്യും, ഉദാഹരണമായിട്ട് കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്, ലാംഗ്വേജ്, അതുപോലെ കസ്റ്റം, ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളോടെയും ഭക്ഷണ വസ്ത്ര രീതികളൊക്കെ എന്ത് ചെയ്യും, ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും, നിലനിൽക്കപ്പെടും. ഓക്കെ, അതേപോലെ തന്നെ എന്താ, ഇന്ററാക്ഷൻ അക്രോസ് ബൗണ്ടറീസ്. ഒരു സമൂഹത്തിൽ ഒന്നിലധികം എത്തനിക് ഗ്രൂപ്പുകൾ, വംശീയ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സൊസൈറ്റിയിൽ ഒരു ഡിവൈഡ് നിലനിൽക്കാൻ കാരണമാവും. ഓക്കെ, ഒരേ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ഡിവൈഡ് ഉണ്ടാവില്ല. ഒന്നിലധികം ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അവർക്കിടയിലുള്ള വേർതിരിവുകൾ അതേപോലെ തന്നെ നിലനിൽക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു മെൽറ്റിംഗ് പോട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവർ പറയുന്നുണ്ട്. മെൽറ്റിംഗ് പോട്ട് എന്ന് പറഞ്ഞാൽ അസിമിലേഷൻ എന്ന ടേം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അസിമിലേഷൻ അല്ലെ, അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് മറ്റൊരു ഐഡന്റിറ്റി അഡോപ്റ്റ് ചെയ്യണതിനാണ് എന്താ പറയാ, അസിമിലേഷൻ എന്ന് പറയാം. ഇതിനാണ് മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മെൽറ്റിംഗ് പോട്ട്, ആ ടേം ഒന്ന് ശ്രദ്ധിക്കണം, മെൽറ്റിംഗ് പോട്ട്. ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ കുറച്ച് മോഡൽസ് ഒക്കെ പറയുന്നുണ്ട്, ക്രിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്, അത് നിങ്ങൾ റെഫർ ചെയ്യാം. ഇനി അടുത്ത കൺസെപ്റ്റ് ഓഫ് ഡിഫറൻസസ് ആൻഡ് ഇനീക്വാലിറ്റി. എന്താണ് ഡിഫറൻസസ്, എന്താണ് ഇനീക്വാലിറ്റി? ഓക്കെ, എങ്ങനെയാണ് ഡിഫറൻസസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത്? നമ്മൾ കാസ്റ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് വ്യത്യസ്ത കാസ്റ്റിൽപ്പെട്ട ആൾക്കാരുണ്ടാവില്ലേ, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രർ. എങ്ങനെയാണ് ഇവർക്കിടയിൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇനീക്വാലിറ്റി ഫോം ചെയ്യുന്നത്? ഓക്കെ, ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അൺറാങ്ക്ഡ് സോഷ്യൽ കാറ്റഗറിയാണ്. അൺറാങ്ക്ഡ് സോഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനറലി സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു കാറ്റഗറിയാണ് എന്ത്, ഡിവിഷൻ ഓഫ് പീപ്പിൾ ഇൻടു ഡിഫറെന്റ് സോഷ്യൽ കാറ്റഗറീസ്. വിവിധ ഭാഷ സംസാരിക്കുന്ന, വിവിധ സ്ഥലത്ത് ജീവിക്കുന്ന ഒക്കെ എന്താണ്, ഡിഫറൻസസ് ആണ്. ഡിഫറൻസസിനെ നമ്മൾ സോഷ്യൽ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഇനീക്വാലിറ്റി സംഭവിക്കും. ഓക്കെ, ഉദാഹരണമായിട്ട് അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, ഇങ്ങനെ സോഷ്യലി നമ്മളൊരു ഗ്രൂപ്പിനെ വേർതിരിക്കുന്ന സമയത്ത് ഡിഫറൻസ് എന്തായി മാറും, ഇനീക്വാലിറ്റി ആയിട്ട് മാറും. ഓക്കെ, ഇനീക്വാലിറ്റി, ഡിഫറൻസ് ഉണ്ടെങ്കിലും ചില സമൂഹത്തിൽ ഡിഫറെൻ്റ് ആയ ആൾക്കാർ നമ്മൾ ഇനീക്വൽ ആയിരിക്കണമെന്നില്ല. പക്ഷെ ഡിഫറൻസിനെ നമ്മൾ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിൽ കാണുന്ന സമയത്ത് സാമൂഹികമായിട്ടുള്ള ഒരു ചിലത് ഉയർന്നതും ചിലത് താഴ്ന്നതുമായി കാണുന്ന സമയത്ത് ഇനീക്വാലിറ്റി ഉണ്ടാവുമെന്നാണ് സോഷ്യോളജിസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറികൾ പറയുന്നത് ഒന്നെന്താ വെച്ചാൽ നാച്ചുറൽ ഇനീക്വാലിറ്റി. പലതരത്തിലുള്ള ഇനീക്വാലിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് നാച്ചുറൽ ഇനീക്വാലിറ്റി. നാച്ചുറൽ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഏജ്, ഹെൽത്ത്,
ബോഡി സ്ട്രെങ്ത്, മെന്റൽ എബിലിറ്റീസ്, ഇതൊക്കെ വ്യത്യസ്ത ആൾക്കാർ, ഇതൊക്കെ വ്യത്യസ്ത ഇനീക്വാലിറ്റി ആണല്ലോ അല്ലെ. അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ട്, സാമൂഹികമായിട്ട് സമ്പത്ത്, വെൽത്ത്, ഹോണർ, പവർ, ഇങ്ങനെ സോഷ്യൽ ഇനീക്വാലിറ്റി എന്താണ് ഇതുപോലെ തന്നെ ഈ ഏജും ഹെൽത്തും ഒക്കെ സോഷ്യലി ഡിസ്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഇനീക്വാലിറ്റി ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള തിയറികൾ 3 തരത്തിലുള്ള തിയറികളുണ്ട്. ഒന്ന് ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എസ്പെഷ്യലി ടാൽകോട്ട്, പേഴ്സൺ, ഡേവിസ് ആൻഡ് മുറേ ഇവരാണ് ഈ ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് കൂടുതലായിട്ട് പറഞ്ഞത്. ഫങ്ഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഇവർ പറയുന്നത് വെച്ചാൽ ഇനീക്വാലിറ്റി ആവശ്യമാണ്, ഒരു സമൂഹത്തിൽ ഇനീക്വാലിറ്റി ആവശ്യമാണെന്നാണ് ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫങ്ഷണലിസ്റ്റ് നമ്മൾ +2ലും 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ പഠിച്ചൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അവെയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് കാൾ മാർക്സിന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ്. പിന്നെ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇനീക്വാലിറ്റി ബേസ്ഡ് ഓൺ ക്ലാസ് ആണ്. ക്ലാസ് ബേസ്ഡ് ഇനീക്വാലിറ്റി ആണ് സൊസൈറ്റിയിലുള്ളത്. അതായത് ഉള്ളവൻ, ഹാവ്സ്, ഹാവ് നോട്ട്സ് എന്നീ 2 വിഭാഗങ്ങളാണ് സൊസൈറ്റിയിലുള്ളത്. ഹാവ്സ് എപ്പോഴും ഹാവ് നോട്ട്സിനകത്ത് എന്ത് ചെയ്യും, ഇനീക്വൽ ആയിട്ട് നിലനിൽക്കും. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരുടെ കയ്യിലായിരിക്കും, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഹാവ്സിന്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ അധികാരങ്ങളും ആരുടെ കയ്യിലുണ്ടാവും, ഉള്ളവന്റെ കയ്യിലുണ്ടാവും. ഇല്ലാത്തവൻ എപ്പോഴും എന്തായിരിക്കും, ഇനീക്വൽ ആയി നിലനിൽക്കും എന്നതാണ് കാൾ മാർക്സിന്റെ കാൾ മാർക്സിയൻ തോട്ട് പറയുന്നത്. അടുത്ത വെബറിയൻ പേഴ്സ്പെക്റ്റീവ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഡയമെൻഷനിലാണ്. ഒന്ന് ക്ലാസ് ബേസ്ഡ് ഇനീക്വാലിറ്റി, അതായത് എക്കണോമിക് ബേസ്ഡ് ആണ്. സ്റ്റാറ്റസ് ബേസ്ഡ് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ബേസിലാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിന്റെ ബേസിലാണ്. സമ്പത്തിന്റെ ബേസിലും സോഷ്യലിയും പൊളിറ്റിക്കലി എന്തുണ്ട്, സൊസൈറ്റിയിൽ ഇനീക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മാർക്സ് വെബർ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് ആണ് ക്ലാസ്. ഇത് കാൾ മാർക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ക്ലാസ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന തിയറി ഏറ്റവും ഫേമസ് ആയ കാൾ മാർക്സിന്റെ ഒരു തിയറിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം നമുക്കത് നോക്കാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റിയിലെ എന്താണ് പറയാൻ, സൊസൈറ്റിയിൽ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ഗ്രൂപ്പുകളാക്കി വേർതിരിക്കുന്നു. എക്കണോമിക് മാനദണ്ഡങ്ങൾ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ക്ലാസിഫൈ എന്താ പറയാം, ക്ലാസസ് എന്ന് പറയാം. ഓക്കെ, അപ്പർ ക്ലാസ്, പ്രധാനമായിട്ടും അപ്പർ ക്ലാസ് ഉണ്ടാവും, മിഡിൽ ക്ലാസ് ഉണ്ടാവും, ലോവർ ക്ലാസ് ഉണ്ടാവും. അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്. ഓക്കെ, അപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ. മാർക്സിയൻ പേഴ്സ്പെക്റ്റീവ് നോക്കാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ ബേസിലുള്ള റിലേഷൻഷിപ്പിനാണ് ക്ലാസ് എന്ന് പറയും. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനം നടത്താൻ, മോഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനം നടത്താൻ 2 കാര്യങ്ങൾ ആവശ്യമാണ്. അതൊക്കെയാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഒന്ന് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, രണ്ടാമത്തെ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാൻ എന്തെല്ലാം ആവശ്യമാണ്, അതൊക്കെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വരും. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദകനും ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ മുതലാളിത്തത്തിലാണെങ്കിൽ ക്യാപിറ്റലിസ്റ്റും വർക്കർ. അതുപോലെ തന്നെ ജന്മിത്ത സമൂഹത്തിലാണെങ്കിൽ ജന്മിയും കുടിയാനും, ഇംഗ്ലീഷിൽ എഴുതിയ മലയാളത്തിൽ എഴുതുന്നുണ്ട്. പിന്നെ അതുപോലെ അടിമത്ത സമൂഹത്തിലാണെങ്കിൽ അടിമയും ഉടമയും. ഓക്കെ, അങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഉൽപാദനം ഉണ്ടാവാൻ കാരണമാകുന്നത്. ഇവിടെ നമുക്ക് ക്യാപിറ്റലിസം മാത്രം എടുക്കുകയാണെങ്കിൽ മുതലാളിയാണ് ക്യാപിറ്റലിസ്റ്റ് ആണ് എല്ലാ സാധനങ്ങളും കയ്യിൽ വെക്കുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഒക്കെ ഇയാളുടെ കയ്യിലായിരിക്കും. പക്ഷെ ഇയാൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇയാൾക്ക് എന്ത് വേണം, വർക്കർ വേണം. അപ്പോൾ ഈ വർക്കറും മുതലാളിയും തമ്മിൽ ഒന്നിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഉൽപാദനം നടക്കുള്ളൂ. ഈ റിലേഷനെയാണ് എന്ത് പറയുന്നത്, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇത് ആരുടെ കയ്യിലാണോ അവരാണിത് അപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അതിന്റെ ബേസ് ഉള്ളവന്റെ ബേസിൽ ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളവൻ എന്ന് പറയും, ഹാവ്സ് എന്ന് പറയും. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരുടെ കയ്യിൽ ഇല്ലേ അയാൾക്ക് ഇല്ലാത്തവൻ അല്ലെങ്കിൽ ഹാവ് നോട്ട്സ് എന്ന് പറയും. രണ്ട് തരത്തിലുള്ള വിഭാഗം ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞു ബോർഷ്വാസി, പ്രോലിറ്ററേറ്റ്. ബോർഷ്വാസി ആണെന്ന് ഉള്ളവൻ, പ്രോലിറ്ററേറ്റ് ആണ് ഇല്ലാത്തവൻ. മുതലാളി തൊഴിലാളി തമ്മിൽ സഹകരണവും സംഘർഷവും ഉണ്ടാവും. സമ്പത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി തൊഴിലാളികളെ ചൂഷണം ചെയ്യും. ഇത് ക്ലാസ് കോൺഫ്ലിക്റ്റ് കാരണമാവും. ഇതാണ് കാൾ മാർക്സിന്റെ തിയറി. വെബറിയൻ പേഴ്സ്പെക്റ്റീവ്. വെബറിയൻ പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇദ്ദേഹം പറഞ്ഞത് ഒരു ക്ലാസ് ഈസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് സിറ്റുവേഷൻസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എന്നത് എന്താണ്, 3 ഡയമെൻഷൻ ആണ്. 3 ഡയമെൻഷനിൽ നമ്മൾ പറഞ്ഞു. 3 ഡയമെൻഷനിൽ ഒന്നാണ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു. ക്ലാസ്, സ്റ്റാറ്റസ്, പാർട്ടി. ഇവിടെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞല്ലോ ഇനീക്വാലിറ്റിന്റെ എന്ത് പറഞ്ഞ തിയറീസ് ഓഫ് ഇനീക്വാലിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞാണല്ലോ. ക്ലാസ് ബേസ്ഡ് ഇനീക്വാലിറ്റി ഉണ്ടാവും, സ്റ്റാറ്റസ് ബേസ്ഡ് ഇനീക്വാലിറ്റി, പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഇനീക്വാലിറ്റി. അതിലൊന്നായിട്ടാണ് ക്ലാസ് കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താ പറഞ്ഞു, ഓക്കെ, ക്ലാസ് ബേസ്ഡ് ഇനീക്വാലിറ്റി ആണ് വെബറിയൻ പേഴ്സ്പെക്റ്റീവിൽ ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ പ്രോപ്പർട്ടി ബേസിക്, ഇവിടെ എന്താണ്, പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അയാൾ ആരാണ്, അപ്പർ ക്ലാസ് ആണ്. പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അയാൾ ലാക്ക് ഓഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ ലോവർ ക്ലാസ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രോപ്പർട്ടിയുടെ ബേസിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. മാർക്ക് സിറ്റുവേഷൻ ആണ് ഇവിടെ ക്ലാസ്സിന് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് റാൾഫ് ഡാലൻഡോഫ്. ഇദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ക്രിട്ടിക്കാണ്. ഇദ്ദേഹം പറയുന്നത് കാൾ മാർക്സിന്റെ തിയറികളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീകമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. ഇദ്ദേഹം പറയുന്നത് കാൾ മാർക്സ് പറഞ്ഞ സമയത്ത് 2 ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മൂന്നാമത്തെ ഒരു മിഡിൽ ക്ലാസ് ഡെവലപ്പ് ചെയ്തു വന്നു. അതുപോലെ തന്നെ സമ്പത്ത്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മുതലാളിയുടെ കയ്യിൽ ഒതുങ്ങാതെ എന്ത് ചെയ്തു, ഗ്രൂപ്പുകളായിട്ട് മാറി. അത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയറുകളും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി മാറി. ഇത് സമ്പത്തൊക്കെ ഡിവൈഡ് ചെയ്യപ്പെട്ടു. ന്യൂ മിഡിൽ ക്ലാസ് ഡെവലപ്പ് ചെയ്തു വന്നു. ഇത് കാൾ മാർക്സിന്റെ തിയറിയുടെ ക്ലാസ് സ്ട്രക്ചർ എന്താണ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, വിശദീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ തൊഴിലാളികളും ഡിവൈഡ് ചെയ്യപ്പെട്ടു. അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ് ലേബേഴ്സ്, ഇങ്ങനെ എന്ത് ചെയ്തു, തൊഴിലാളികളും ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്നാണ് റാൾഫ് ഡാലൻഡോഫ് പറയുന്നത്. ഇനി അടുത്താണ് ജെൻഡർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ജെൻഡർ നമ്മൾ മെയിൽ എന്നും ഫീമെയിൽ എന്നും വേർതിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്. ഓക്കെ, സോഷ്യൽ എന്താണ് യൂണിവേഴ്സിറ്റി. ഇവിടെ മെയിൻ ആയിട്ട് ക്ലാസിക്കൽ തിയറികളായ കാൾ മാർക്സ്, മാർക്സ് വെബർ ഇതുപോലുള്ള തിങ്കേഴ്സ് ഒന്നും സ്ത്രീകളെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ജെൻഡർ ബേസ്ഡ് ഇനീക്വാലിറ്റിയെ കുറിച്ചൊന്നും അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് എന്നിട്ട് ഇതിനെ വളരെയധികം വിമർശിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് എന്താണ്, ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് മാത്രമല്ല, അത് ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ടാവാനുള്ള കാരണം കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പാട്രിയാർക്കി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയുന്നുണ്ട്. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യുന്നത്, മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിക്കാണെന്ന് പറയാം പാട്രിയാർക്കി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ക്രൂസ് കൾച്ചറൽ വ്യൂ. ചില സൊസൈറ്റി, പല പഴയകാല സൊസൈറ്റികളിൽ എന്തുണ്ട്, സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കൊരു ജോലി, സ്ത്രീകൾക്കൊരു ജോലി. അത് സൊസൈറ്റി എന്തെങ്കിലും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ ബേസിലായിരിക്കും ആളുകൾ എന്ത് ചെയ്യാം ജോലികൾ ചെയ്യുക, സാമൂഹികമായിട്ട് ഇടപെടാം. അപ്പോൾ അത് ഇനീക്വാലിറ്റിക്ക് കാരണമാവും എന്ന് പറയുന്നത്. ഇന്ത്യൻ കണ്ടസ്റ്റിൽ ജെൻഡർ ഇനീക്വാലിറ്റി കൂടുതലാണ്. കാസ്റ്റിന്റെയും ക്ലാസിന്റെയും കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജെൻഡർ ഇനീക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്.
ഇന്ത്യയിൽ എസ്പെഷ്യലി കാസ്റ്റ്, ഫാമിലി, ഇതിന്റെ അടിസ്ഥാനത്തിൽ കാസ്റ്റ്, ഫാമിലി, ഇതിന്റെ കൂടെ തന്നെ ജെൻഡർ ഇനീക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ എക്കണോമിയിലും അതായത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾ എന്ത് നേരിടുന്നുണ്ട്? ഇനീക്വാലിറ്റി നേരിടുന്നുണ്ട്. ഈക്വൽ ആയിട്ടുള്ള ജോലിക്ക് ഈക്വൽ ആയിട്ടുള്ള ശമ്പളം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ്, എസ്പെഷ്യലി ഫെമിനിസ്റ്റ് സൈക്കോളജിസ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇനി അടുത്തത് കാസ്റ്റ്, തിയറി ഓഫ് ദ ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം. എങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നത്? കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ് ഒരു ജാതി എന്ന് പറഞ്ഞാൽ 4 ജാതികളുണ്ട്. ഈ ജാതിയുടെ ബേസിലുണ്ട് ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഇവരുടെ ബേസിൽ തന്നെ ഒരുപാട് കാസ്റ്റുകളുണ്ട്. കാസ്റ്റിൽ തന്നെ ഒരുപാട് സബ് കാസ്റ്റുകളുണ്ട്. ഈ ഓരോ കാസ്റ്റും മറ്റൊരു കാസ്റ്റിനെ അപേക്ഷിച്ച് മുകളിലോ താഴെയോ ആയിരിക്കും, ഈക്വൽ ആയിട്ട് ഉണ്ടാവില്ല എന്നാണ് സോഷ്യോളജിസ്റ്റ് പറയുന്നത്. കാസ്റ്റ് എങ്ങനെ ഒറിജിൻ ചെയ്തു, എങ്ങനെ കാസ്റ്റ് രൂപപ്പെട്ടു എന്നതിന് നിരവധി പഠനങ്ങളും നിരവധി തിയറികളുമുണ്ട്. ഒന്നാമത് അതിന് മുമ്പ് കാസ്റ്റിന്റെ സവിശേഷതകൾ നമ്മൾ പറയാൻ പറ്റും. ഒന്നാമത്തെ സവിശേഷത ഹെറിഡിറ്ററി ആണ്, പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്യുന്നതാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. രണ്ടാമത്തെ സെപ്പറേഷൻ ആണ്. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും, സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കും. ഓരോ കാസ്റ്റും വ്യത്യസ്ത കാസ്റ്റിനെ അപേക്ഷിച്ച്. മൂന്നാമത്തത് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ഇത്തരം ആളുകൾ തമ്മിൽ എന്തുണ്ട്, അകൽച്ച നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്തുണ്ട്, ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരിക്കും. ഡിവിഷൻ ഓഫ് ലേബറിന്റെ അടിസ്ഥാനം ഇപ്പൊ തൊഴിലുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രാഹ്മണ, ക്ഷത്രിയര്, വൈശ്യര്, ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലുള്ള കാസ്റ്റുകൾ, സബ് കാസ്റ്റുകൾ, ഈ തൊഴിലുകൾ പരസ്പരം ഓരോരുത്തരും ഓരോ പ്രത്യേക ജോലികൾ ചെയ്യുന്ന ആളുകളായിരുന്നു. എങ്കിലും ഇവർക്കിടയിൽ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് നിലനിന്നു, പരസ്പര ബന്ധം, കണക്ഷൻസ് നിലനിന്നിരുന്നു എന്ന് പറയുന്നു. ഈ വിവിധ തരത്തിലുള്ള കാസ്റ്റിന്റെ ഒറിജിൻ. ഒന്ന് ഡിവൈൻ ഒറിജിൻ. ഡിവൈൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ് പറയുന്നത്, ഋഗ്വേദയിലെ പുരുഷ സൂക്തത്തിൽ പറയുന്ന ഒരു തിയറിയാണ്. ബ്രഹ്മാവിന്റെ 4 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ബ്രാഹ്മണരും, ക്ഷത്രിയരും, വൈശ്യരും, ശൂദ്രരും ഉണ്ടായി എന്നാണ് തിയറി പറയുന്നത്. രണ്ടാമത്തെ കർമ്മ എന്ന് പറഞ്ഞ തിയറി, അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ബേസിലാണ് കാസ്റ്റ് ഉണ്ടാകുന്നതാണ് ഇതിൽ പറയുന്നത്. പിന്നെ റേഷ്യൽ തിയറി പറയുന്നത് ആര്യൻസ്, പഴയ കാലത്ത് ആര്യൻസ് പുറത്ത് മിഡിൽ ഈസ്റ്റിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണെന്ന് പറയുന്നു. അതുപോലെ ഉത്തര ധ്രുവത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻസ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ, കറുത്ത ആളുകൾ എന്ത് ചെയ്തു, ഒരു വിഭാഗം, ആര്യൻസ് വെളുത്ത ആൾക്കാരായിരുന്നു, ഒരു വേറെ വിഭാഗവുമായി മാറി. ക്രമേണ ഇത് 2 കാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു എന്നാണ് റേഷ്യൽ തിയറി പറയുന്നത്. ഒക്യുപ്പേഷണൽ തിയറി പറയുന്നത് ജോലിയുടെ അടിസ്ഥാനത്തിൽ പഴയ കാലത്ത് ഓരോ വിഭാഗം ആളുകളും ഓരോരോ ജോലികൾ ചെയ്തിരുന്നു. ഈ ജോലി ക്രമേണ ഒരു കാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു എന്നാണ് ഒക്യുപ്പേഷണൽ തിയറി പറയുന്നത്. വേറെയും കുറെ തിയറികളുണ്ട്. പിന്നെ അടുത്ത ടോപ്പിക്കാണ് മോഡേണൈസേഷൻ ആൻഡ് മോഡേണിറ്റി. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഇത് നമ്മൾ മുമ്പ് പഠിച്ച വിഷയങ്ങൾ തന്നെയാണ്. മോഡേണൈസേഷൻ ട്രഡീഷണൽ അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള ചേഞ്ചിനെയാണെന്ന് പറയാം മോഡേണൈസേഷൻ എന്ന് പറയാം. മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ മോഡേണൈസേഷൻ സംഭവിക്കുന്ന കണ്ടീഷനെയാണ്, സാഹചര്യത്തെയാണെന്ന് പറയാം മോഡേണിറ്റി എന്ന് പറയാം. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, നാഷണൽ സ്റ്റേറ്റ്, ഇൻഡിവിജ്വലിസം, ഇതൊക്കെ എന്തിന് കാരണമാവും? മോഡേണിറ്റിക്ക് കാരണമാവും എന്ന് പറയുന്നു. പിന്നെ അടുത്തത് മോഡേണൈസേഷൻ തിയറി. മോഡേണൈസേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും an early view that saw development as a linear path from traditional to modern with the West as a model. 2 തരത്തിൽ ഈ മോഡേണൈസേഷൻ തിയറി പറയുന്നത് വെച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വെസ്റ്റിൽ ആദ്യം ഡെവലപ്മെന്റ് ഉണ്ടായി. വെസ്റ്റിൽ വന്ന ഈ ഡെവലപ്മെന്റ് ഈസ്റ്റിലേക്ക് വരികയും ട്രഡീഷണൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്തു, വെസ്റ്റിനെ അഡോപ്റ്റ് ചെയ്ത്, പാശ്ചാത്യ രാജ്യങ്ങളെ അഡോപ്റ്റ് ചെയ്തിട്ട് മാറ്റങ്ങൾ സംഭവിക്കുകയും ഈ മാറ്റങ്ങളെ മോഡേണൈസേഷൻ എന്ന് പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഡിപ്പെൻഡൻസി തിയറി. അതിൽ പറയുന്ന ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത് ഒരു തിയറിയാണ്.
ഫ്രാങ്കിന്റെ തിയറിയാണ്. ഇത് സമ്പന്നരായ വലിയ രാജ്യങ്ങൾ അണ്ടർഡെവലപ്ഡ് രാജ്യങ്ങളെ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് തിയറിയിലൂടെ പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഒന്നാമത്തെ പേഴ്സ്പെക്റ്റീവ് ആണ് കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്, കൾച്ചറൽ അപ്രോച്ച്. ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റിൽ നിന്ന് പുതിയ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിലേക്ക്, വെസ്റ്റിൽ ആദ്യം ഡെവലപ്മെന്റ് വരികയും ഈ ആശയങ്ങൾ പുതിയ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും മോഡേണൈസ് ആവുകയും ചെയ്യുന്നു എന്നാണ് കൾച്ചറൽ അപ്രോച്ച് പറയുന്നത്. രണ്ടാമത് അക്കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഉണ്ടാവുന്ന കൾച്ചറൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഒരു സൊസൈറ്റി ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്ക് മാറുന്നതിനെയാണെന്ന് പറയാം അക്കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് രണ്ട് വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവ് ആണ്. അടുത്തത് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ട്രഡീഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ട്രഡീഷൻ നോട്ട് ഓപ്പോസിറ്റ്സ് ബട്ട് എക്സിസ്റ്റിംഗ് ഇൻ ഡൈനാമിക് ഡയലോഗ്സ്. അതായത് ഇപ്പോൾ നമ്മൾ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമാണല്ലോ അല്ലെ. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അറിവുകള്, ബിലീഫ്സ്, പ്രാക്ടീസ് എന്നും ഓരോ ജനറേഷനിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇതിനെയാണ് എന്ത് പറയാം, ട്രഡീഷൻ എന്ന് പറയാം. ഓക്കെ, ഇത് ട്രഡീഷൻ ഡൈനാമിക് ആണ്, സ്ഥിരമല്ല, മാറിക്കൊണ്ടേയിരിക്കും. ട്രഡീഷനിൽ പല ചേഞ്ചസ് വരും, അത് മാറി വലുതാവും, ചെറുതാവും, നിലനിൽക്കും. അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ എന്തിൽ വരുന്നുണ്ട്, ട്രഡീഷനിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. ആന്റണി ഗിഡൻസ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്താ, മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പവർഫുൾ ഫോഴ്സ് ആണ്. പവർഫുൾ ഫോഴ്സ്, ജാഗേർട്ട് എന്ന് പറഞ്ഞാൽ പവർഫുൾ ഫോഴ്സ് ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ചേഞ്ചിനെ സഹായിക്കുന്നുണ്ട്. ഈ മോഡേണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സോഷ്യൽ ചേഞ്ചിനെ സഹായിക്കുന്ന പവർഫുൾ ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷൻ എന്തിന് കാരണമാവും, ട്രഡീഷന് നേരെ ഓപ്പോസിറ്റ് ആണെന്ത്, നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിൽ ട്രഡീഷനിൽ വരുന്ന ചേഞ്ചസ് ആണ് എന്ത് ചെയ്യുന്നത്, മോഡേണിറ്റിയിലേക്ക് കലാശിക്കുന്നത്. മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ്, പവർഫുൾ ഫോഴ്സ്. ഇത് സോഷ്യൽ ചേഞ്ചിന് സഹായിക്കുമെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അൾറിച്ച് വർക്കിന്റെ മറ്റൊരു തിയറിയാണ് റിസ്ക് സൊസൈറ്റി. ഇതിനെക്കുറിച്ച് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. ഡിഗ്രിക്കും ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഈ ടോപ്പിക്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിസ്ക് മോഡേൺ സൊസൈറ്റിയെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവര്. ഒരു മോഡേണിസം വന്നപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഡെവലപ്മെന്റ് വന്നു. ഈ ഡെവലപ്മെന്റ് വന്നതിലൂടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഇവർ പറയുന്നത് വെൽത്ത് ഇൻക്രീസ് ചെയ്തെങ്കിലും റിസ്ക് കൂടി എന്നാണ് പറയുന്നത്. വെൽത്ത് ഇൻക്രീസ് ചെയ്തു, പക്ഷെ റിസ്ക് കൂടി, പൊല്യൂഷൻ കൂടി, ന്യൂക്ലിയർ ത്രെട്ട് ഉണ്ടായി, സാമ്പത്തികമായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി ഉണ്ടായി. ഇതൊക്കെ മോഡേണിറ്റിയുടെ പ്രശ്നങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ട്രഡീഷനിൽ വന്ന ചില ചേഞ്ചുകൾ മോഡേണിറ്റിയിലേക്ക് വന്നു. മോഡേണിറ്റിയിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്ന ആളാണ് അൾറിച്ച് ബർക്ക്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചേഞ്ചുകൾ വരും, അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് മറ്റ് പുതിയൊരു സൊസൈറ്റിയും പുതിയൊരു കാഴ്ചപ്പാടും നിലവിൽ വരും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ് പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. സ്ട്രക്ചറലിസം ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞത്. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നമ്മൾ മനുഷ്യൻ്റെ ഒരു സ്കെൽറ്റൻ, മനുഷ്യനൊരു സ്കെൽറ്റൻ എന്ന് പറഞ്ഞു അസ്ഥികൂടത്തിന്റെ ബേസിലാണല്ലോ ഇതിലാണ് ഈ മനുഷ്യൻ രൂപപ്പെടുന്നത് അല്ലെ. എല്ലാവർക്കും ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഈ സ്ട്രക്ചറിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സൊസൈറ്റിയും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇതിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ഈ ക്രിറ്റിസിസം പരിഹരിച്ചുകൊണ്ട് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന കൺസെപ്റ്റ് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്ത് വന്നു. അതിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറലിസത്തിന്റെ പോരായ്മകളൊക്കെ നീക്കിയിട്ട്, സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ എന്ത് പറഞ്ഞത്, സ്കെൽറ്റൺ അല്ല. സ്കെൽറ്റൺ ഒരിക്കലും മാറൂലല്ലോ. അതുപോലെയല്ല, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നെവർ ഫൈനൽ അല്ലാത്ത ഒരു സംവിധാനം. അതിൽ മാറ്റങ്ങളൊക്കെ വരും
എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, അതിനെ റീഡിഫൈൻ ചെയ്യുക ചെയ്യുന്നത്. ഡെറിഡ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൂടെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതായത് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഉടച്ചു വാർക്കുക, നിലവിലുള്ള സംവിധാനത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് പുതിയൊരു സംവിധാനം വന്നേക്കാം, വരുത്താം എന്ന് പറയുന്ന ഒരു ആശയമാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആശയം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മൈക്കൽ ഫൊക്കാൾട്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പവർ ആൻഡ് നോളജ് എന്ന് പറഞ്ഞിട്ട് പുതിയ ആശയം. പവർ, നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ പവർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചല്ലോ അല്ലേ. നോളജ് ഈക്വൽ ടു പവർ. ഒരാളുടെ നോളജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പവർ ഇൻക്രീസ് ചെയ്യുമെന്നാണ് അയാളുടെ തിയറിയിലൂടെ അയാൾ പറയുന്നത്. അയാൾ ഫിലോസഫറാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ആളാണ്. ഓക്കെ, നമ്മൾ പോസ്റ്റ് മോഡേണിസ്റ്റ്, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പെർസ്പെക്റ്റീവുള്ള ഒരാളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണെന്ത്, പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടോപ്പിക്കാണ്. പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിലവിലുള്ള നമ്മൾ സയൻസ്, റീസണ്, ലോജിക്ക് ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേയിൽ നമുക്ക് എത്താൻ പറ്റും എന്നാണ്. ഒരു ഗ്രാൻഡ് നെഗറ്റീവാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വികസനത്തിലൂടെയും നമ്മളെ ഡെവലപ്മെന്റിലൂടെ, ഹ്യൂമൻ ഡെവലപ്മെന്റിലൂടെ, സോഷ്യൽ ഡെവലപ്മെന്റിലൂടെ, മോഡേണിസത്തിലൂടെ നമുക്ക് യൂണിവേഴ്സൽ ട്രൂത്തിൽ എത്തിച്ചേരാം എന്നാണ് ഈ തിയറി വിശദീകരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ ഈ പോസ്റ്റ് മോഡേണിസം എന്ന തിയറി വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് 31 മൊഡ്യൂൾസ് ആണ്, 31 യൂണിറ്റ്സ് ആണ്. ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും തിയറികളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ തിയറികളും വിശദമായിട്ട് പരിശോധിക്കേണ്ട ഒന്നാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലാരിറ്റി മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിലൂടെ തന്നിട്ടുള്ളൂ. ഇത് മാത്രമല്ല യഥാർത്ഥത്തിലുള്ളത്, ഓരോന്നിൻ്റെയും ഉള്ളിൽ ഡിവിഷൻ ഒരുപാടുണ്ട്. ഇപ്പോൾ കാൾ മാർക്സിൻ്റെ തിയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ കാൾ മാർക്സിൻ്റെ വലിയൊരു കണക്റ്റർ തിയറി തന്നെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ എന്താണ് ബേസ് സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ, ബേസ് സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, സൂപ്പർ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, പിന്നെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, ക്ലാസ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്, അതുപോലെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 സ്റ്റേജിലൂടെയാണ് കാൾ മാർക്സ് ആ ക്യാപിറ്റലിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഓരോ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാക്സ് വെബറിൻ്റെ തിയറി എടുക്കാം, അതുപോലെ എമിലി ദർക്കൈമിൻ്റെ തിയറി എടുക്കാം. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂയിസൈഡ്, ഡിവിഷൻ ഓഫ് ലേബർ, ഇങ്ങനെ ഒരുപാട് തിയറികൾ പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഓടിച്ചു പോയിട്ടേ ഉള്ളൂ. ഈ ഓരോ തിയറികളും നമ്മൾ പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിശദമായിട്ട് എന്ത് ചെയ്യാം, നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.